ലോകത്തിലെ രണ്ടാമത്തെ വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള കോങ്കോ റെയിൻ ഫോറസ്റ്റിൽ ഇന്നും ഒരു ഡൈനോസർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? 1976 ആ കാട്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗവേഷകർ ആ കാട്ടിലേക്ക് പോയ സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കാൽപാദങ്ങൾ ആ കാട്ടിന്റെ പല ഭാഗത്തു നിന്നും അവർക്ക് കാണാൻ സാധിച്ചു. അവർ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ഇത് ആനയുടെയോ ഇല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെയോ കാൽപാദമായിരിക്കാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൂടുതലായി പരിശോധിച്ചപ്പോഴാണ് ആനയെക്കാളും വലുപ്പമുള്ള ഒരു ജീവിയുടേതാണ് ഈ കാൽപാദങ്ങൾ എന്ന് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ കാട്ടിൽ വലിയ രീതിയിലൊരു അന്വേഷണം നടത്തുകയും അങ്ങനെ കുറേ ദിവസങ്ങളുടെ അന്വേഷണത്തിന് ശേഷം അവർക്ക് ആ ജീവിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ അവസാനമായി ആ കാട്ടിൽ ജീവിക്കുന്ന കുറച്ച് ഗോത്രവർഗ്ഗങ്ങളെ കണ്ടുപിടിക്കാനും അവൻ്റെ അടുത്ത് ഈ ജീവിയെക്കുറിച്ച് ചോദിക്കാനും അവർ തീരുമാനിച്ചു. ആ ഗോത്രവർഗത്തിൻ്റെ അടുത്ത് ആ ജീവിയുടെ കാൽപാദങ്ങൾ കാണിച്ച് ഇത് ഏത് ജീവിയുടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൊക്കേലോ എംബബെ എന്ന് പറയുന്ന ജീവിയുടെയാണ് എന്നും ഇത് ആനയെക്കാളും വലുപ്പമുള്ള വലിയ വാലുള്ള വലിയ കഴുത്തുള്ള ഒരു ജീവിയുടേതാണ് എന്നാണ് അവർ പറഞ്ഞത്. കൂടുതലായി രാത്രി കാലങ്ങളിൽ മാത്രം പുറത്തു വരികയും ഈ ഒരു ജീവിയെ തൻ്റെ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് പേർ വേട്ടയാടിയിട്ടുണ്ട് എന്നുമാണ് ഈ വ്യക്തി പറയുന്നത്. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാട്ടിൽ ഇന്നും ആ ജീവി ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക.